ഞാൻ ട്രെയിനിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വെക്കേഷനും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്രെയിനാണ്. നമുക്ക് ട്രെയിനിൽ പൊതുവെ എൻ്റെ മാത്രമല്ല പൊതുവേ ഉള്ള ഒരു പ്രശ്നമാണത്. ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ലോക്കലിലും വന്നിട്ട് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് TTR കയറി ഞങ്ങളുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യാൻ കയറുന്നുണ്ട്. പക്ഷേ ഒരു പോലീസ് പോലും വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ലേഡീസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോ ചോദിക്കാനായിട്ട് ലേഡീസ് കമ്പാർട്ട്മെന്റ് ആയാലും ലോക്കലായാലും കയറുന്നില്ല. നല്ല ആൾക്കാരും കയറുന്നുണ്ട്, മോശമായിട്ടുള്ള ആൾക്കാരും കയറുന്നുണ്ട്. അതിൽ പ്രതികരിക്കുന്ന സ്ത്രീകൾക്ക് അതേ രീതിക്കാണ് അവരെ ഭാഗത്ത് നമുക്ക് തിരിച്ചടി കിട്ടുക. അത് ഇപ്പോൾ ഒരു ഫോൺ നമ്പർ തന്നിട്ട് അതിന് വിളിക്കാൻ പറഞ്ഞ ചില സാഹചര്യത്തിൽ നമുക്ക് തിരിച്ച് വിളിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനത്തെ സാഹചര്യമാണ്. നമുക്ക് ലോക്കലിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും റിസർവേഷൻ കിട്ടില്ല. ലോക്കലിൽ പോണ ഞങ്ങളെ പോലുള്ള കുറെ ആൾക്കാർക്ക് ബാത്റൂമിൽ പോലൊന്നും പോകാൻ പറ്റില്ല. അവിടെ കുടിച്ച്, അതായത് സിഗരറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്, വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്നവരുണ്ട്. ഒരുപാട് അനുഭവം വന്ന ഒരുപാട് പേരുണ്ട്. അതിപ്പോ ഒരു അഭിപ്രായം പൊതുവെ നമ്മൾ വന്നിട്ട് ഈ ലോക്കലിൽ കയറി പോകുന്ന സ്ത്രീകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഇന്ന അനുഭവങ്ങളുണ്ടെന്ന്. എല്ലാ ആൾക്കാരും നമ്മളടുക്ക് ഇരിക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ കയറുമ്പോൾ നിൽക്കുന്നവരൊന്നും നല്ലവരല്ല. ഒരു ആൾക്കാർ പോലും വന്നിട്ട് ഞങ്ങളെടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇപ്പൊ ടിക്കറ്റ് ചോദിക്കാൻ വരുന്നത് പോലെ എങ്കിലും ഇടയ്ക്കെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്ത് ഒരു മനുഷ്യനും പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, എന്റെ കുട്ടിക്ക് ഈ ഒരു സംഭവം ഉണ്ടായിട്ട് അവളുടെ അടുത്തുണ്ടായിരുന്ന ബാഗോ അല്ലെങ്കിൽ അവളുടെ ആധാർ കാർഡ്, ID കാർഡ്, അങ്ങനെ കുറച്ച് സാധനം ഉണ്ടായിരുന്ന ഒന്നും തന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് ആ ട്രെയിനിൽ നഷ്ടപ്പെട്ടു പോയിട്ട് എടുത്തവരാരായാലും അല്ലെങ്കിൽ അത് എങ്ങനെയാണോ പോയത് ഞങ്ങൾക്ക് അതൊന്ന് തിരിച്ചു തന്നാൽ വലിയൊരു ഉപകാരമായിരിക്കും. കാരണം അവൾ ആധാറും എല്ലാം അനത്താണുള്ളത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സാക്ഷിയുള്ളവർ ഞങ്ങൾക്ക് അത് തിരിച്ചു തരിക. അതും കൂടെ ഇതേ ഉള്ളൂ എനിക്ക് പറയാനിപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.